എന്റെ മോശിരെ ഏത് സർക്കാരാ, ഏത് നട്ടലിന് വല്ല ഏത് സർക്കാരാ ഇതിലൂടെ ഈ ഒരു പദ്ധതി കൊണ്ടുവരാം? എനിക്കൊന്ന് കാണണം. എന്റെ നെഞ്ഞത്തൂട്ട് JCB കയറ്റേണ്ടി വരും. എന്റെ ജനങ്ങളുടെ, എന്റെ നാട്ടുകാരുടെ, എന്റെ കുടുംബക്കാരുടെ നെഞ്ഞത്തൂട്ട് JCB കയറ്റേണ്ടി വരും ഈ ഒരു പദ്ധതി ഇവിടുന്ന് ഒരു മണ്ണ് അനക്കണം എന്നുണ്ടെങ്കിൽ. വരാക്ക് പിടിച്ച വേണ്ട ഇതൊന്നും ഇടാ. എടാ എന്ത് ഒരു തീരദേശ റോഡിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ മലയും കുന്നും ഇടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ സർക്കാർ. നമ്മൾ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ നാട്ടിൽ കൊണ്ടുവരണ്ട. അത് ഏത് സർക്കാർ ആയിക്കഴിഞ്ഞാലും. ഞാനൊരു പാർട്ടിന്റെ അനുഭാവിയല്ല, പക്ഷെ നമ്മളെ നാട് നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയും ഈ നാട്ടിൽ കൊണ്ടുവരണ്ട. ഇത്രയും വലിയ ഹൈറ്റുള്ള കുന്നാന്ന് മൂശ്ശേര ഇടിച്ചിട്ട് നിർത്താൻ പോകുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ നാടെന്തിനെ നശിപ്പിക്കുന്നത്? നമുക്ക് ആർക്കും വീടും സ്ഥലമൊന്നും പോകുന്നതിന് യാതൊരു പരാതിയില്ല. പക്ഷെ ഈ റോഡ് നമ്മളെ മുന്നിൽ പലതും സാക്ഷിയാണ്. ഇന്നലെ ചൂരൽമലയിൽ, വയനാട് ചൂരൽമലയിൽ, തളിപ്പറമ്പ് ഭാഗത്ത്, അതുപോലെ മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക എടുത്തും മലയും കുന്നും റോഡുകൾ ഒടിഞ്ഞിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഫ്രാദ് അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഇപ്പോ ഇവിടെ എന്റെ മോശം അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം സംഭവിച്ച് ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി ഈ ഒരു കുറ്റി ഇട്ടിട്ട് പോയിട്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടാത്ത വികസന പദ്ധതി എന്തിനാണ് ഈ ഒരു മേഖലയിലോട്ട് കൊണ്ടുവരുന്നത്? അവിടെ നമ്മൾ ആരും വികസനത്തിന് വിരോധമല്ല. ആദ്യമായിട്ട് ഞാൻ പറയാം, വികസനത്തിന് ആരും വിരോധമല്ല. എല്ലാ വികസനങ്ങളും വേണം. നമ്മളെന്താ വികസനം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോഴും ചാപ്പ പറിക്കും, അതുപോലെ തന്നെ ഓടിട്ട പറിക്കും താമസിക്കുന്ന ആൾക്കാരാ. വാർപ്പിന്റെ പറിക്കും, അതുപോലെ തന്നെ AC കണ്ടീഷനൊക്കെ വെച്ചിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവർക്കും വികസനം വേണം, എല്ലാവർക്കും നല്ല സൗകര്യങ്ങൾ വേണം. പക്ഷെ ഇതൊന്നും അല്ല വികസനം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ എവിടെയൊക്കെ ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെ സംഭവിച്ച്, എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നത്. കാലവർഷം സ്റ്റാർട്ടായിട്ടുള്ള മോശിരെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കേരള സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള തീരദേശ ഹൈവേ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോ ഒറ്റക്കാണ്. പക്ഷെ നമ്മളെ കമ്മിറ്റിക്കാരും നമ്മളെ നാട്ടിലെ ജനങ്ങളും ഉണ്ട് എന്റെ ഒന്നിച്ച്. ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരേതായിട്ടുള്ള ജോലികളുണ്ട്. അപ്പം അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ടപ്പെട്ടവരിൽ എത്തിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയ കുന്നാണ്, ഏകദേശം 30 മീറ്റർ ഹൈറ്റുള്ള കുന്നാണ് ഇടിച്ചു ചേർത്താൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഇന്നലെ ഈ ഒരു ഭാഗത്തെ കുന്നിന്റെ തൊട്ടടുത്തായിട്ട് സംഭവിച്ച ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വീടുകളുടെ മുകളിലേക്ക് അവിടുന്ന് സൈഡ് കെട്ടിയിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കുന്ന് ഇടിച്ചിട്ട് സ്ഥലത്തിന്റെ സൈഡ് കെട്ടി അതിര് വീണ് 2 വീടുകൾക്ക് ഭാഗികമായിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയല്ലേ ഈ ഒരു കുന്നും. നമ്മളിപ്പോ ഈ ഒരു പദ്ധതി വരുന്നതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 10 വീടുകൾ പോകുന്നുണ്ടാവും. പക്ഷെ നാളെ പിറ്റേന്ന് എത്ര വീടുകൾക്ക് ചിലപ്പോൾ നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഭാവിയിൽ എത്ര വീടുകൾക്ക് ഇവിടെ നാശനഷ്ടങ്ങൾ സംഭവിക്കും. അതെന്താ ആരും ചിന്തിക്കാത്ത? മോശം എന്താ ഒന്നും ചിന്തിക്കാത്ത? ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. പലപ്പോഴായി ഞാൻ ചെയ്ത വീഡിയോ പോലെ അല്ല ഈ ഒരു വീഡിയോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ഈ ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇതിന്റെ സ്ഥല ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാവരിലും എത്തിയിട്ടുണ്ട്. അപ്പം ഇത് അത്ര പെട്ടെന്ന് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല. ഈ ഒരു കുറ്റി എന്തായാലും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവില്ല. ഞാൻ കാര്യം പറഞ്ഞേക്കാം, കണ്ണൂർ കോർപ്പറേഷൻ കൂടിയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടില്ല എന്നല്ല, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. കണ്ണൂർ മേയർ, അതുപോലെ സ്ഥലം കളക്ടർ, എല്ലാവരെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റോഡ്, ഈ ഒരു കുന്ന് കീറി മുറിച്ചുകൊണ്ട് ഇതിലേ വേണ്ട. സഫ്രാദ് ജനങ്ങൾ എങ്ങനെ എതിർത്ത് കഴിഞ്ഞാലും സർക്കാർ ഈ പദ്ധതി എന്തായാലും ഇതിലോട്ട് തന്നെ കൊണ്ടുവരൂ. എന്റെ മോശിരെ ഏത് സർക്കാരാ, ഏത് നട്ടലിന് വല്ല ഏത് സർക്കാരാ ഇതിലൂടെ ഈ ഒരു പദ്ധതി കൊണ്ടുവരാം? എനിക്കൊന്ന് കാണണം. എന്റെ നെഞ്ഞത്തൂട്ട് JCB കയറ്റേണ്ടി വരും. എന്റെ ജനങ്ങളുടെ, എന്റെ നാട്ടുകാരുടെ, എന്റെ കുടുംബക്കാരുടെ നെഞ്ഞത്തൂട്ട് JCB കയറ്റേണ്ടി വരും ഈ ഒരു പദ്ധതി ഇവിടുന്ന് ഒരു മണ്ണ് അനക്കണം എന്നുണ്ടെങ്കിൽ. ഏതോ അത്രയ്ക്ക് നട്ടലിന് വല്ല നോക്കട്ടെ, ഞാൻ കാണട്ടെ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ അനുഭാവി ആയതുകൊണ്ട് പറയുന്നല്ല, എനിക്ക് സങ്കടമുള്ളതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ചോര നീരാക്കി കഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് ഗൾഫിൽ പോയിട്ട് പ്രവാസ ജീവിതം നയിച്ചിട്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് തറക്കല്ലിട്ടിട്ടുള്ള രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തറക്കല്ലിട്ടിട്ട് ഏകദേശം 5-6 വർഷത്തിന് മുകളിലായി മോശിരെ. പാവപ്പെട്ട ആൾക്കാരാണ്. ഈ ഒരു റോഡ് വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു വികസന പദ്ധതി വരുന്നുണ്ടെങ്കിൽ, അതിന്റെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 5-6 വർഷത്തിന് മുൻപെങ്കിലും ഈ ഒരു ഭാഗത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണമായിരുന്നു. ഇതൊന്നും നമ്മുടെ സർക്കാർ ചെയ്തിട്ടില്ല. ഗസറ്റിൽ കൊടുത്തിന് പോലും. എന്ത് ഗസറ്റില് ഒരു വികസന പദ്ധതി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പർമാര്, അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർമാര് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ഥലം മേയർ, ഇല്ലാന്നുണ്ടെങ്കിൽ കളക്ടർമാര്, ഇവരാരും നമ്മളെ നാട്ടുകാരുടെ അടുത്ത് വന്നിട്ടില്ല. ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞിട്ടില്ല. അവിടെ ഈ നൂറ്റാണ്ടിൽ ഈ മൊബൈല് ഈ ഇന്റർനെറ്റും കാര്യമൊക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്ത് ഗസറ്റി കൊടുത്തിട്ട് ആര് കാണാനാണ് എന്റെ മോശിറെ? ഈ റോഡ് തീരദേശത്തിലോട്ടല്ല പോകുന്നത്. തീരദേശ റോഡിന് എന്റെ മോശിറെ, എന്താണ് ഈ തീരദേശം എന്ന് പറയുന്നത്? ഈ 30 മീറ്റർ ഹൈറ്റുള്ള കുന്നാണോ തീരദേശം? അവിടെ ഇവർക്ക് അങ്ങനെ ഒരു തീരദേശ റോഡ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എത്രയേറെ റോഡ് പഴയ ഹൈവേ അടക്കം ഇവിടെ യൂസ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ.
ഇവർക്ക് ഈ കാട്ടുമുക്കിൽ കൂടെ തന്നെ വേണം ഈ ഒരു റോഡ് കൊണ്ടുപോകാൻ, ഈ ഒരു മലയും കുന്നു പിടിച്ചിട്ട് വേണം ഈ ഒരു റോഡ് കൊണ്ടുപോകാൻ. അവിടെ എത്ര മീറ്റർ പിന്നെ അകലുണ്ട് ഈ തീരദേശമായിട്ട് ഈ ഒരു പിന്നെ കുന്ന്. അത് മാത്രമല്ല, ലോക പ്രശസ്തമായിട്ടുള്ള 3 ബീച്ചുകൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ, കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പരിചയമില്ലാത്ത, കേൾവി വരെ ഇല്ലാത്ത 3 സൈലന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ബീച്ചുകൾ. ഏറ്റവും കൂടുതൽ വെള്ളക്കാർ, യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന 3 ബീച്ചുകളാണ് ആ ഒരു 3 ബീച്ച്. തോട്ടട, ഏര, കിഴുന്ന ബീച്ചുകൾ. അത്രയും സൈലന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, നമ്മളെ പ്രകൃതി അത്രയും മനോഹരമായിട്ടുള്ള, നമ്മളെ കേരളത്തിലെ പ്രകൃതി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ്, ആ ഒരു ബീച്ചുകളിലൊക്കെയാണ്. അതിൻ്റെ ഒന്നും വാല്യൂ നമുക്ക് മനസ്സിലാവില്ല. അതൊക്കെ ഭാഗികമായും പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മറ്റുള്ള തീരദേശ റോഡ് ഇതിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. പക്ഷേ ഈ 3 ബീച്ചുകൾ, തോട്ടട, കിഴുന്ന, ഏര, അതുപോലെ തന്നെ കടലായി ബീച്ചിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ, നമ്മളെ നാട്ടുകാരനല്ലേ നിങ്ങൾ, അല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള കടൽ ഭിത്തി വരെ ഇപ്പൊ ഉള്ള സർക്കാർ ആയിക്കോട്ടെ, ഭരിക്കുന്ന ഏത് സർക്കാർ തന്നെ ആയിക്കോട്ടെ, മര്യാദയ്ക്ക് ഏതെങ്കിലും കാലത്ത് പിന്നെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. മുഷിര അതുപോലെ തന്നെ തോട്ടട, ഏര, കിഴുന്ന ബീച്ചുകൾ അവരിട്ട് അലൈൻമെന്റ് നമ്മൾ പോയിട്ട് കണ്ടതല്ലേ? എനിക്ക് തോന്നുന്നു സ്ഥലം മേയർ അടക്കം, മുൻപുള്ള മേയറും ഇപ്പോഴത്തെ മേയർ അടക്കം പോയിട്ട് കണ്ടതല്ലേ? ഒട്ടുമിക്ക ആൾക്കാരും നേതാക്കന്മാർ പലരും വന്നിട്ട് പോയിട്ട് കണ്ടിട്ടുള്ളതാണ് ആ ഒരു മേഖലയൊക്കെ. എന്നിട്ടും അവർക്ക് ഒരു ബുദ്ധിയും ബോധവും ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നാട്ടുകാർ ഇത്രയും അധികം പ്രതിഷേധിക്കുന്നത് എന്നുള്ള കാര്യം അവരൊന്ന് പിന്നെ അന്വേഷിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. ഇത്രയും ആൾക്കാർ, എനിക്ക് തോന്നുന്നു പിന്നെ PA മുഹമ്മദ് റിയാസ്, മന്ത്രി, അതുപോലെ തന്നെ സ്ഥലം മേയർ, കളക്ടർ എന്നീ കണ്ട പിന്നെ നേതാക്കന്മാർക്കും മറ്റനേക ഉദ്യോഗസ്ഥർക്കും നമ്മൾ പിന്നെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതും സാധാരണക്കാർ കൊടുക്കുന്ന പോലെ 1ഉം 2ഉം പേപ്പറിലല്ല മൂശിര. നമ്മൾ പോയതല്ലേ 10ഉം 30ഉം പേപ്പറിൽ പ്രൊഫഷണൽ ആയിട്ട് ഇതിന്റെ പിന്നെ സ്കെച്ചും കാര്യങ്ങളൊക്കെ വരച്ചും കൊണ്ട് വിശദീകരിച്ചും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആരും തന്നെ ഈ ഒരു പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. ഈ പറയുന്ന 3 ബീച്ചുകൾ നമ്മൾ പോയിട്ട് കണ്ടല്ലേ, ആ ഒരു അലൈൻമെന്റ് ഇട്ടിട്ടുള്ള ഭാഗം എത്ര ഹൈറ്റ് ഉണ്ട്? ഇവിടെ ഒരു 30 മീറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 50 മീറ്ററിന് മുകളിലുണ്ട്, അല്ലേ മൂശിര? അല്ലേ? 50 മീറ്ററിന് മുകളിലുണ്ട്. അതും ആ ഒരു ഭാഗത്തൊന്നും കടൽ ഭിത്തി വരെ മര്യാദയ്ക്ക് നിലനിൽക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് റോഡ് ഉണ്ടായിക്കഴിഞ്ഞാലും പാലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എവിടെയാ നിലനിൽക്കുക? എന്റെ മൂശിര ഒന്ന് പറഞ്ഞതാ നിങ്ങൾ. നമ്മളെ കാലവർഷം തുടങ്ങുന്ന സമയത്ത് കടൽ ക്ഷോഭം എത്രത്തോളം ഉണ്ടാവുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? മറ്റുള്ള ജില്ലകളിലൊക്കെ റോഡുകളുണ്ട്, ശരി തന്നെ, തീരദേശത്തിനോട് അനുബന്ധിച്ച് റോഡുകളുണ്ട്. പക്ഷെ അതുപോലെയല്ല, അത് ഓൾറെഡി ഉള്ളതാണ്. ആ ഭാഗത്ത് നിരപ്പായിട്ടുള്ള ഏരിയയാണ്. അവിടെ റോഡ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് മുൻപ്. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു തീരദേശ റോഡിന്റെ പേരും പറഞ്ഞിട്ട് ഇത്രയും വലിയ കുന്നും മലയും പിടിച്ചിട്ട്, അതുപോലെ പ്രശസ്തമായിട്ടുള്ള 3 ബീച്ചുകളെയും നശിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി ഇതിലേക്ക് കൊണ്ടുവരാനാ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ നെഞ്ചത്തുകൂടിയും എന്റെ നാട്ടുകാരുടെ നെഞ്ചത്തുകൂടിയായിരിക്കും. മൈൻഡ് ഇറ്റ്.